ഹായ്, ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ 2025 എന്നൊരു വർഷം കടന്നുപോയിരിക്കുകയാണ്. നമ്മൾ 2026ലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. 2025 വെറുതെ കടന്നുപോയി എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരുപാട് പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടാണ് അത് കടന്നുപോയിരിക്കുന്നത്. അതിൽ സന്തോഷങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, നന്മയുണ്ട്, തിന്മയുണ്ട്. സാമ്പത്തികമായി നമ്മൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുണ്ട്, സാമ്പത്തികമായി നമ്മൾ ഞെരുങ്ങിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേർ നമ്മളെ ചേർത്ത് പിടിച്ച് താലോലിച്ച അനുഭവങ്ങളുണ്ട്, നമ്മളെ ഒരുപാട് പേർ ഒറ്റപ്പെടുത്തിയ അനുഭവങ്ങളുണ്ട്. പക്ഷെ ഇതിനേക്കാളൊക്കെ അപ്പുറം ജീവിതം എന്നൊരു റിയാലിറ്റിയാണ് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, എന്തുകൊണ്ടാണ് ജീവിതം ഇത്ര ക്രൂരമായിട്ട് നമ്മളോട് പെരുമാറുക എന്നുള്ളത്. നമ്മുടെ സിറ്റുവേഷൻസ് എന്തല്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്രൂരമാകുന്നത് നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം ഇതേ ഉള്ളൂ. കുട്ടിക്കാലം മുതലേ നമ്മൾ പഠിക്കുക ഇക്വാളിറ്റി, ഫ്രീഡം, ലിബർട്ടി എന്നൊക്കെ പറഞ്ഞ് സ്വപ്നസുന്ദരമായ വളരെ പ്രോസ്പെറസ് ആയിട്ടുള്ള ലൈഫിനെ പ്രതീക്ഷ വെച്ചാണ് നമ്മളെല്ലാം മുന്നോട്ട് പോകുന്നത്. അത് കാണാതെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും, നമ്മുടെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നമ്മളോട് മാത്രം വളരെ ക്രൂരമായി പെരുമാറുന്നു. ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. ജീവിതത്തിൻ്റെ ഹാർഡ് റിയാലിറ്റി ഫേസ് ചെയ്യാൻ നമ്മൾ പ്രിപ്പയർഡ് ആവണം. അങ്ങനെ പ്രിപ്പയർഡ് ആകുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും സ്ട്രോങ് ഇനഫായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെ ഒരു ജീവിതത്തിൽ ഒരു വാറിയറായിട്ട് മാറാൻ നമുക്ക് സാധിക്കും. ഹാപ്പി ന്യൂ ഇയർ.